പപ്പായ മരത്തിൽ എയർ ലെയറിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നല്ല മൂർച്ചയിൽ കത്തി എടുത്തിട്ട് ഒരു 50% ഇതിന് കട്ട് ചെയ്യുക. ഇത്ര മതി. രണ്ടാമത് ഇതിന് താഴത്തൂടെ ചെറുതായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ടത് ഇതുപോലെ റൗണ്ടിൽ കട്ടാക്കി എടുക്കുക. ഈ അടപ്പിൻ്റെ ഭാഗം നമ്മൾ എടുക്കേണ്ടത് ഇതാ, പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റുക. ശേഷം കോക്കോ പിറ്റ് പുട്ടിൻ്റെ പരുവത്തിൽ കുഴക്കുക. എന്നിട്ട് ഈ ബോട്ടിലിനകത്ത് നിറച്ച് കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക് കയറെടുത്തിട്ട് ഇതിവിടെ കെട്ടി വെക്കുക. ഒരു ആഴ്ചക്ക് ഒരു ദിവസം, ഒരു 2-3 ദിവസം കൂടുമ്പോൾ ചെറിയ തോതിൽ നനച്ചു കൊടുക്കുക. അഥവാ നനക്കുന്ന സമയത്ത് വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഈ താഴത്തെ ടോപ്പ് തുറന്നിട്ട് വെള്ളം റിമൂവ് ചെയ്യണം. ചെറിയ നനവേ ഉണ്ടാകാൻ പാടുള്ളൂ, അധികം ഒഴിക്കാൻ പാടില്ല. ഇത് മുമ്പ് ഞാൻ എയർ ലെയറിങ് ചെയ്ത ഒരു പപ്പായ മരമാണ്. ഇതിന് റൂട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ നിന്ന് പകുതി കട്ട് ചെയ്തിടും. ഇത് ഇപ്പം തന്നെ കട്ട് ചെയ്ത് എടുക്കൂല. ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് വെക്കും ഇന്ന്. അപ്പം ഈ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കും. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കും. ഇതാ, ഇതിനെ നമ്മൾ ഇന്ന് കട്ട് ചെയ്യില്ല, ഒരു നാളെയും കൂടി കഴിഞ്ഞിട്ട് ഇത് ഫുള്ളായി കട്ട് ചെയ്യും. ഫുള്ളായി കട്ട് ചെയ്തതിന് ശേഷം ഈ ബോട്ടിൽ റിമൂവ് ചെയ്തിട്ട് ഇത് ഒരു ചെടിച്ചട്ടിക്ക് വെക്കുന്നവർക്ക് ചെടിച്ചട്ടിക്ക് വെക്കാം, നിലത്ത് വെക്കുന്നവർക്ക് നിലത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചെറിയ തൈയിൽ തന്നെ പപ്പായ. ഇത് ഒരു ദിവസത്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത പപ്പായാണ്. വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ പപ്പായ മരം ഞാൻ അങ്ങനെ ചെയ്തതാണ്. നല്ല പിടുത്തമാണ്. നല്ല ടേസ്റ്റിയിലൊരു വെറൈറ്റി പപ്പായാണ്.